ന്യൂസിലൻഡ് ഹാമിൽട്ടൺ മാർത്തോമ കോൺഗ്രിഗേഷൻ ഇടവക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. കഴിഞ്ഞ 20 വർഷത്തിൽ അധികമായി ന്യൂസിലൻഡ് ഹാമിൽട്ടണിൽ മാർത്തോമ സഭയെ പ്രതിനിധീകരിച്ച ഹാമിൽട്ടൺ മാർത്തോമ കോൺഗ്രിഗേഷൻ 2025 മാർച്ച് മാസം 1-ാം തീയതി മുതൽ ട്രിനിറ്റി മാർത്തോമ ഇടവകയായി ഉയർത്തപ്പെട്ടു. മലേഷ്യ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഭദ്രാസന അധിപൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ഗ്രിഗറിയോസ് മോർ സ്തഫനോസ് എപ്പിസ്കോപ്പ 2025 മാർച്ച് മാസം 20-ാം തീയതി ട്രിനിറ്റി മാർത്തോമ ചർച്ചിന്റെ ഉദ്ഘാടനവും ആദ്യ വിശുദ്ധ കുർബാന ശുശ്രൂഷയും നിർവഹിച്ചു. എന്നിൽ വസിക്കുന്നു എന്നുള്ള ആ വ്യത്യസ്തതകൾ ഉൾക്കൊള്ളുന്ന മനസ്സുമായി ജീവിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ആ ഭാഗ്യ അവസ്ഥയിലൂടെ നമ്മുടെ ജീവിതത്തെ നയിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും എല്ലാവിധമായ ആത്മീക അനുഗ്രഹങ്ങളും ഈ ഇടവക പ്രാപിച്ച് ദേശത്തിന്, രാജ്യത്തിന്, സഭയ്ക്ക് ഏറ്റവും നന്മ നൽകുന്ന ഒരു ഇടവകയായി രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. സർവശക്തനായ ദൈവം നമ്മെ ഓരോ നാളും വഴി നടത്തട്ടെ. റവറൻഡ് സാബു സാമുവേൽ അച്ഛൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ഇടവക ദിനവും സീനിയർ സിറ്റിസൺസിനെ ആദരിക്കുന്ന ചടങ്ങും തിരുമേനിയുടെ ജന്മദിനാഘോഷവും നടത്തി. റവറൻഡ് സാബു സാമുവേൽ ഇടവക വികാരിയായും അനോജ് പി കുര്യൻ ഇടവക സെക്രട്ടറിയായും പ്രവർത്തിക്കുന്നു. വൈസ് പ്രസിഡന്റ് ജോർജ് ചെറിയാനും ട്രസ്റ്റി ജോജി വർഗീസും മറ്റ് കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് തിരുമേനിയെ സ്വീകരിച്ചു. 2025 മാർച്ച് മാസം 1-ാം തീയതി മുതൽ ഇടവകയായി ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത അംഗീകരിക്കുകയും ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, മലേഷ്യ ആൻഡ് സിംഗപ്പൂർ ഭദ്രാസന അധിപൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തഫനോസ് എപ്പിസ്കോപ്പ 2025 മാർച്ച് മാസം 20-ാം തീയതി ഹാമിൽട്ടൺ സൗത്ത് ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ വെച്ച് ഈ ഇടവകയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ഒരുമിച്ച് മുൻപോട്ട് പോകാം. ഈ ദില്യ യാത്രയിൽ യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് നിലനിൽക്കുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ന്യൂസിലൻഡിലെ മലയാളികളുടെ വാർത്തകൾ അറിയുന്നതിനും മലയാളികളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളും ന്യൂസിലൻഡിലെ വിശേഷങ്ങളും അറിയുന്നതിനും മലയാളി കാഴ്ച എന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്യുക.